നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മാമച്ചൻ ചോദിച്ചു, അല്ല മോളെ, നീ ആ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യമുണ്ടോ? പോകാതിരിക്കാൻ പറ്റില്ല അങ്കളെ. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ അമ്മ ആ വീട്ടിലേക്ക് വരത്തുള്ളൂ. അമ്മ ഇപ്പോഴും വാശിയില്ല. ഗ്രേസം പറഞ്ഞു, അവരിങ്ങനെ വാശിയും വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താവാനാ? നിനക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൂടെ? അങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റില്ല ആൻറ്റി. പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്നേ പറഞ്ഞേരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് അച്ഛൻ ആ കാര്യങ്ങളൊക്കെ പറയുമെന്നും പറഞ്ഞുകൊണ്ടേ അച്ഛൻ അടങ്ങിയിരിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കാര്യം എന്താവും എനിക്കും അറിയില്ല. ഒരു പക്ഷേങ്കിൽ അതോടുകൂടി തീർന്നു. അല്ല, അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തെറ്റും ചെയ്യാതെയാണ് ആ പാവം മനുഷ്യന് ഇത്രയും നാളും ഞാൻ സ്വന്തം മോളാന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ അപമാനം ഭാരത്തെ തല കുണിച്ച് നിന്നോണ്ടിരുന്നേ. ഇനിയെങ്കിലും എനിക്കും ആ തെറ്റൊന്നും തിരുത്തണ്ടേ? കാരണം അച്ഛനെ വെറുതെ ഇങ്ങനെ നാണം കിടത്തേണ്ട കാര്യമുണ്ടോ? എല്ലാം ആലോചിച്ചിട്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അത് മാറാനായിട്ട് പോകുന്നില്ല. എനിക്ക് വേറെ എങ്ങോട്ടേലും പോകണമെങ്കിലേ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണം. അത് കേട്ടപ്പോൾ ഗ്രേസം പറഞ്ഞു, അല്ല, നീ തീരുമാനിച്ചുറപ്പിച്ചോണം. അതെ, ഇനി ഒരു മാറ്റമില്ല. അല്ല, ഇനിയിപ്പം അപ്പം നീ കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ വരില്ലേ? വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ പെറ്റമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും ഒരിക്കലും മനമാറ്റം ഉണ്ടായി എന്നെ തിരികെ വിളിക്കുവാണെങ്കിൽ ഞാൻ വരത്തുള്ളെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, അത് ഈ ജന്മത്തിലുണ്ടാവുമെന്ന് തോന്നില്ല. ഗ്രേസം പറഞ്ഞു, സാരമില്ല മോളെ, നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ നീലഗിരിയിലെത്തി. അപ്പോൾ അവിടെ ഒരു റിസോർട്ടിന് മുന്നിൽ ചെന്ന് വണ്ടി നിർത്തി. ബാലേന്ദ്രനും ഗോവർദ്ധനോട് ഇറങ്ങാനായിട്ട് പറഞ്ഞു. ഇതെന്താ ബാലേട്ട ഇവിടെ? നമ്മൾ ഗംഗേട്ടൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അതെ, നമ്മൾ ഗംഗേട്ടനെ കാണാനേ എങ്ങോട്ടേക്ക് വന്നേ, പക്ഷെ തൽക്കാലത്തേക്ക് അവിടേക്ക് പോകുന്നില്ല. അതെന്താ? നമുക്ക് സംസാരിക്കണമെങ്കിലേ അയാൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അതെന്തിനാ? അതാ നല്ലത്, ഇവിടെ വന്ന് സംസാരിക്കും. ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റില്ല ഗംഗേട്ടന്. അപ്പം ചരിത്രമോ ഭൂമിശാസ്ത്രമോ ഒന്നും ഈ പറയുന്ന ഗോവർദ്ധൻ അറിയത്തില്ലല്ലോ. അല്ല, നമ്മളിവിടെ ഇതല്ലേ നല്ലത്. ഇവിടെ പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ലോ. നമുക്കിവിടെ റൂം എടുക്കാം, ഗംഗേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നോളും, അതൊക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ബാക്കി എടുത്തോണ്ട് അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ ആ റിസോർട്ടിലേക്ക് കയറി പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന ഗ്രേസമ്മയുടെ അടുത്തേക്ക് വന്നു. ഗ്രേസമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞു, ആൻറ്റിക്കോട് ഞങ്ങളോടൊപ്പം വരായിരുന്നു. അത് വേണ്ട മോളെ, നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ പിന്നെ ഒരിക്കൽ വരാം, അല്ലെങ്കിൽ പിന്നെ നാളെ വരാമെന്ന് പറഞ്ഞു. അല്ല ആൻറ്റി ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാനും മനുവേട്ടനും രേവതിക്കുട്ടി എല്ലാവരും കൂടെ പോയ സമയത്ത് ആൻറ്റി ഞങ്ങളും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് വന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന സമയമാണോ? പറ്റില്ല മോളെ, നാളെ നോക്കട്ടെ വരാൻ പറ്റുമെങ്കിൽ. ഇന്ന് നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി കൃഷ്ണമോളും ഭവിതയും കൂടെ അങ്ങോട്ട് വന്നു. രേവതിക്കുട്ടി വന്നിട്ട് ചോദിച്ചു, അല്ല രോഹിതണ്ണൻ എന്തെന്ന് ചോദിച്ചു. ഗ്രേസം പറഞ്ഞു, ദേ മാമച്ചായൻ കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ടു, എന്തോ പേരയ്ക്ക പറിക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, എങ്കിൽ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടി അങ്ങോട്ട് പോയി രണ്ടുപേരും കൂടെ വിളിച്ചുകൊണ്ട് വരുവാണ്. ആ സമയത്ത് ഗ്രേസം ചോദിച്ചു, അല്ല മാമച്ചായ, പേരയ്ക്ക പറിക്കാൻ പോയിട്ട് പേരയ്ക്ക എന്തിയേ? രേവതിക്കുട്ടി പറഞ്ഞു, അതിന് പേരയ്ക്ക ഉണ്ടായിട്ട് വേണ്ടേ? അതൊക്കെ ഞാൻ എപ്പോഴേ പറിച്ച് കഴിച്ചു കഴിഞ്ഞു. ഒരാൾ പേരയുടെ ചുവട്ടിലും ഒരാൾ പേരയുടെ മുകളിലും നിൽക്കുമായിരുന്നു. പക്ഷെ പേരയ്ക്ക ഉണ്ടായിട്ട് വേണ്ടേ കിട്ടാനെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി കളിയാക്കുവാണ്. ആ സമയത്ത് രേവതിക്കുട്ടിയോട് ഗ്രേസം വെച്ചു, അല്ല നീ പേഴ്സൊക്കെ എടുത്തിട്ടില്ലേ? പേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതെ, പിന്നൊരു കാര്യം, പൈസയൊക്കെ നമ്മൾ തന്നെ കൊടുത്തോളെന്ന് പറഞ്ഞു. ആൻറ്റി പേഴ്സ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഗൂഗിൾ പേ ഉണ്ടല്ലോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് വേണം, ഇവരെല്ലാത്തടത്തും പൈസ കൊടുക്കാമെന്ന് പറയും. പക്ഷെ നമ്മളതിന് സമ്മതിക്കരുത്, നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റുകളെ ഇവർ അറിയാലോ. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതിനിപ്പം ഇവർ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊരിക്കലും ശരിയല്ല, നമ്മൾ വേണം കൊടുക്കാനായിട്ട്. ആ സമയം രേവതിക്കുട്ടി പറഞ്ഞു, ഇവർ വല്ല ടെക്സ്റ്റൈൽ ഷോപ്പും ജ്വല്ലറിയൊക്കെ ഉള്ളവരല്ലേ? അതെ, നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവരുടെ ഇത് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. മാമച്ചാന് വേണമെങ്കിൽ ഒരു 10 പവൻ്റെ ചെയിനോ അങ്ങനെ എന്തെങ്കിലും, എനിക്ക് വേണമെങ്കിൽ ഒരു 8-10 കാഞ്ചീപുരം സാരി, രേവതിക്കുട്ടിക്ക് എന്താ വേണ്ടേ? എനിക്കൊരു ഡയമണ്ട് നെക്ലേസ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അതെ, ഞങ്ങളെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണെന്നറിയോ? ഇരുമ്പ് കടയിലേക്കായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേസം പറഞ്ഞു, ആഹാ, ഈ കുരുപ്പ് ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. മാമച്ചൻ പറഞ്ഞു, എന്ത് പറയാനാന്ന് പറ, ഞാൻ കൂടെ വരായിരുന്നു, സ്ഥലങ്ങളൊക്കെ എനിക്കെല്ലാം അറിയുള്ളൂ കൂടുതലായിട്ട്. ഗ്രേസം പറഞ്ഞു, അത് ശരിയാ, പക്ഷേ ഇപ്പോൾ ഒരാൾ കൂടെ അറിയാം. ആർക്കാന്നറിയോ? രേവതിക്കുട്ടിക്ക് സ്ഥലങ്ങളൊക്കെ അറിയാം. രേവതിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ, അതൊക്കെ എനിക്കറിയാം. മാമച്ചൻ പറഞ്ഞ എന്തറിയാന്ന്? ഇവൾക്ക് അറിയാവുന്ന എന്താണെന്നറിയോ?
സിനിമാ തിയേറ്ററുകൾ, പിന്നെ മാളുകൾ, അത് മാത്രമല്ല എവിടെ നിന്നൊക്കെ നല്ല ഫുഡ് കിട്ടും, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവളുടെ കോളേജിലേക്ക് പോകുന്ന വഴി ഏതെന്ന് വെച്ചാൽ അവൾക്ക് അത് മാത്രം അറിയില്ല എന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, ഓ പിന്നെ ഒരു വളിച്ച തമാശയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു, കഴിഞ്ഞോ എന്ന് ചോദിച്ച് മാമച്ചനെ ചൊടിപ്പിക്കുകയാണ്. ഈ സമയത്ത് രോഹിത്ത് പറഞ്ഞു, അതെ സമയം പോയിക്കൊണ്ടിരിക്കുക, വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും. അങ്ങനെ ഒടുവിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. ഗ്രേസമ്മയും മാമച്ചനും മാത്രം പോയില്ല, ബാക്കി എല്ലാവരും പോയി. ഈ സമയത്ത് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ഗോവർദ്ധനം വന്നു. ഗോവർദ്ധനം വന്നിട്ട് ചോദിച്ചു, അല്ല ഗംഗേരനെ വിളിച്ചായിരുന്നോ? വിളിക്കണം. അല്ല ഒരു കാര്യം ചെയ്യും ഗോവർദ്ധന, നീ ഒരെണ്ണം പോയി വേണമെങ്കിൽ 2 ബാറിൽ നിന്ന് അടിച്ചോളാൻ പറഞ്ഞു. അല്ല അത് വേണം, വേണമെങ്കിൽ പോയി അടിച്ചോ. ഞാനങ്ങനെ മദ്യപാനിയൊന്നുമല്ല, അതൊക്കെ എനിക്കറിയാം. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പം കൊണ്ടുവരുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് പേര് പറയണം. അത് നീ പോയി അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നിട്ടാണ് നീ എന്നോട് പറയണേ. അല്ല ഇപ്പം ഗംഗേട്ടൻ ഇങ്ങോട്ടേക്ക് വരുമോ? ഗംഗേട്ടൻ വന്നോളൂ, നീ ഇപ്പോൾ പോയി അടിക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഗോവർദ്ധനെ പറഞ്ഞു വിടുവാണ്. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ പറയുന്ന ഗംഗാധരനെ ബാലേന്ദ്രൻ വിളിച്ചു. ബാലേന്ദ്രൻ വിളിച്ചിട്ട് ഗംഗാധരനോട് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗംഗാധരൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് ബാലേന്ദ്ര വിശേഷങ്ങൾ? സുഖമൊക്കെയാണോ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ സുഖം കാര്യങ്ങളൊക്കെ അറിയാലോ, വൈജ വീട് വിട്ടു പോയ കാര്യങ്ങളൊക്കെ അറിയാലോ. അത് പിന്നെ പെങ്ങൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവളോട് എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അല്ല ഇപ്പം ബാലേന്ദ്രന് എവിടെയാന്ന് ചോദിച്ചു. അത് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് വിളിച്ചേ. ഞാനിവിടെയുണ്ട്, ഗംഗേട്ടൻ്റെ നാട്ടിലുണ്ട്. എവിടെ? നീലഗിരിയിലോ? അതെ. എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്? അതെ അവിടേക്ക് വരത്തില്ല, ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താ ബാലേന്ദ്രൻ അങ്ങനെ ചെയ്തേ? അതിന് അവിടെ റൂം എടുത്തേ, ഇങ്ങോട്ടേക്ക് വരാൻ വരായിരുന്നോ? അതെ ഞാനവിടെ ഒരു സൗഹൃദ സംഭാഷണത്തിനോ ഇതൊന്നും വന്നതല്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഗംഗേട്ടനോട്. അല്ല ബാലേന്ദ്രൻ തനിച്ചുള്ളോ? അല്ല ഗോവർദ്ധനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗംഗേട്ട. ഗംഗോണ്ടൊരു കാര്യം ചെയ്യാം, ഈ ഹോട്ടലിലേക്ക് പോരാൻ പറഞ്ഞു. പേരൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഞാൻ ഹോട്ടലിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്, താഴേക്കൊന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അതെന്താ ഗംഗേട്ടാ? ഗംഗേട്ട റിസപ്ഷനിൽ ചോദിക്കാൻ നാണക്കേടാണോ? കേണൽ ഗംഗാധര മേനോന് ഇത്ര നാണക്കേടിൻ്റെ ആവശ്യമില്ല, ചോദിച്ചാൽ മതി, റൂം ഏതാണെന്ന് പറഞ്ഞു തരും, ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറി പോരാൻ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ ബാലേന്ദ്രനെ കാണാനായിട്ട് മുറിയിലേക്ക് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല ഗോവർദ്ധൻ എന്തിയേ? ഗോവർദ്ധനെ ബാറിലേക്ക് പോയിരിക്കുക, ഇവിടെ ഇല്ല. ഞാനാ പറഞ്ഞു വിട്ടെ. എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മൾ തമ്മിലുള്ള സംഭാഷണം കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ, ഇനിയിപ്പം ഗോവർദ്ധനം കൂടെ അറിയണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും അയാളുടെ മുന്നിൽ വെച്ച് പറയാൻ കൂട്ടാക്കാത്തതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്താ ബാലേന്ദ്ര? ബാലേന്ദ്രന് ഞാനൊരു ബന്ധുവെന്നോ ഒരു സ്നേഹവും ഒരു ഇതൊക്കെ വെച്ചാണ്, പരിഗണനയൊക്കെ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ബാലേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ലോ, ഒരു നിസ്സഹകരണമാണല്ലോ. അതോ നിങ്ങൾ കൂടുതലൊന്നും പറയില്ലേ ഗംഗേട്ടാ, നിങ്ങൾ എന്നെ ചതിക്കുമല്ലേ, ചതിക്കാൻ കൂട്ടു നിൽക്കുമല്ലേ ചെയ്ത് എല്ലാവരും കൂടെ ചേർന്നിട്ട്, എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണു. ആ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്രൻ എന്നോട് എന്താ പറയാനല്ലേ? അതോ ഞാൻ പറയാം, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അറിയാലോ പെങ്ങളുടെ കാര്യങ്ങളൊക്കെ, പെങ്ങളെ വീട് വിട്ടു പോയ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ എനിക്ക് വേറെ ചില കാര്യങ്ങൾ അറിയാനുണ്ട്, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അല്ല നിങ്ങളുടെ പെങ്ങള് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചതിച്ചെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ, ഒരുത്തനുമായിട്ട് ചേർന്നിട്ട്. അല്ല അവൻ്റെ പേരെന്താ? ഈ പറയുന്ന വൈജേന്ദ്ര കാമകൻ ആരായിരുന്നു? അലീന കൊച്ചിൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, ഇനിയിപ്പോൾ അതൊക്കെ എന്തിനാ ബാലേന്ദ്രൻ അറിയണേ? അതൊക്കെ അറിയണം, എനിക്ക് ആ പേരറിയണം, വേറെ പല കാര്യങ്ങളും അറിയണമെന്ന് പറഞ്ഞു. ഗംഗാധരൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.